ഹായ്, ഗുഡ് മോർണിംഗ് ടു ആൾ. ഞാൻ ആതിര. അപ്പം നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഡിസൈൻ പ്രോസസ്സ്, ഡിസൈൻ കോൺസെപ്റ്റ്സിലെ അബ്സ്ട്രാക്ഷൻ, ആർക്കിടെക്ചർ, പാറ്റേൺസ് എന്നതാണ്. അപ്പം ഡിസൈൻ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ ഡിസൈൻ ഇസ് എൻ ഐട്രേറ്റീവ് പ്രോസസ് ത്രൂ വിച്ച് റിക്വയർമെൻറ്റ്സ് ആർ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ബ്ലൂ പ്രിൻറ്റ് ഫോർ കൺസ്ട്രക്റ്റിംഗ് സോഫ്റ്റ്വെയർ എന്നാണ് പറയുന്നത്. അപ്പം സോഫ്റ്റ്വെയർ ഡിസൈനിൽ റിപ്പീറ്റേറ്റീവ് പ്രോസസ്സാണ് നടക്കുന്നത്. റിക്വയർമെൻറ്റ്സിനൊക്കെ നമ്മളൊരു ബ്ലൂ പ്രിൻ്റ് ആക്കി മാറ്റും. ബ്ലൂ പ്രിൻറ്റ് മീൻസ് ഇപ്പോൾ വീട് കൺസ്ട്രക്റ്റ് ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു പ്ലാനാക്കി മാറ്റുന്നതിനെയാണ് ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനീഷ്യലി തുടക്കത്തിൽ ഡിസൈന് റെപ്രസെൻ്റ് ചെയ്യുക ഹൈ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ ആയിരിക്കും. ഇപ്പോൾ വീടുണ്ടാക്കുമ്പോൾ ജസ്റ്റ് നമ്മളൊരു പ്ലാനും ആദ്യം ഉണ്ടാക്കുന്നു. പിന്നെ ഓരോ ഐട്രേഷൻസ് നടക്കുമ്പോഴും ഈ ഡിസൈനിന് നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾ ഒഴിവാക്കി കുറച്ചുകൂടി മോഡിഫൈ ചെയ്ത് എങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യണം, ഓരോ ഭാഗങ്ങൾ, റൂം അവിടെ ഇവിടെ, അങ്ങനെ ഓരോരോ ഘട്ടങ്ങൾ കഴിഞ്ഞ് ഏറ്റവും ലോവർ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ വരും. ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സംഭവങ്ങൾ എല്ലാം ചെയ്തിട്ടാണ് നമുക്ക് ഫൈനലി ഒരു ഹൗസായിട്ട് കിട്ടുന്നത്. അതാണ് പറയുന്നത്. നെക്സ്റ്റ്, ഒരു ഗുഡ് ഡിസൈനിന് ഫോളോയിങ് ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കണം. ദ ഡിസൈൻ മസ്റ്റ് ബി എ റീഡബിൾ, അണ്ടർസ്റ്റാൻഡബിൾ ഗൈഡ്. ഇപ്പം കോഡ് ജനറേറ്റ് ചെയ്യുന്നത്, ഇപ്പം ഞാനും കോഡ് ജനറേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഡിസൈൻ ചെയ്ത ആൾ ആ ചെയ്ത സാധനം എനിക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവണം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് കോഡ് ജനറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. പിന്നെ എന്താ പറയുക, ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ റിക്വയർമെൻറ്റ്സ് ഉണ്ടോ എല്ലാം നമുക്ക് മനസ്സിലാവണം. പിന്നെ ഡിസൈൻ ഷുഡ് പ്രൊവൈഡ് എ കംപ്ലീറ്റ് പിക്ചർ. നമുക്ക് ഇപ്പം യൂസർ റിക്വയർമെൻറ്റ്സ് എല്ലാം ചേർന്നിട്ടുള്ള ഒരു കംപ്ലീറ്റ് പിക്ചർ ആയിരിക്കണം ഡിസൈൻ എന്ന് പറയുന്നത്. പകുതി കാര്യങ്ങൾ മാത്രം വന്നാൽ അത് മാത്രം വെച്ചിട്ട് നമ്മൾ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുക. അപ്പോൾ എന്താ, അവിടെ മുഴുവൻ റിക്വയർമെൻറ്റ്സ് വന്നില്ല, അപ്പോൾ അത് ഫെയിലിയർ ആയിരിക്കും. ആൻഡ് ഡിസൈനിൽ എന്താ പറയുക, എക്സ്പ്ലിസിറ്റും ഇംപ്ലിസിറ്റ് ഫീച്ചേഴ്സ് ഉണ്ടാവും. എക്സ്പ്ലിസിറ്റ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എന്താ പറയുക, നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ എൻഡ് യൂസേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർ പറയുന്ന റിക്വയർമെൻറ്റ്സ് ഒക്കെ നമ്മളൊരു എന്താ പറയുക SRS ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ച് അതിൽ നമ്മൾ എഴുതി അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ശേഖരിക്കുന്നതാണ് എക്സ്പ്ലിസിറ്റ് റിക്വയർമെൻറ്റ്സ്. ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളടുത്തു നിന്ന് അവരെ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഈ എക്സ്പ്ലിസിറ്റ്ലി അവർ പറയാത്ത കാര്യങ്ങൾ, അതിനെയാണ് ഇംപ്ലിസിറ്റ് റിക്വയർമെൻറ്റ്സ് എന്ന് പറയുക. ഇപ്പോൾ പെർഫോമൻസ്, യൂസർ ഫ്രണ്ട്ലി, സെക്യൂരിറ്റി, അതൊക്കെ എക്സാമ്പിളായിട്ട് എടുക്കുക. പിന്നെ ഡിസൈനും മോഡ്യുലാർ ആയിരിക്കണം. ഇപ്പോൾ ഇൻക്രിമെൻറ്റ്സ് ആയിട്ട് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ഓരോ കാര്യങ്ങൾ നമുക്ക് ഗ്രൂപ്പായിട്ട് വേർതിരിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക, അതിനാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തായിരിക്കണം, ഒരു ഗുഡ് ഡിസൈനിൻ്റെ ഫീച്ചേഴ്സ് ആയിരിക്കണം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫേസസ് ഇൻ ഡിസൈൻ പ്രോസസ്. അപ്പം റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ, ആർക്കിടെക്ചറൽ ഡിസൈൻ, എബ്സ്ട്രാക്ട് സ്പെസിഫിക്കേഷൻ, ഇൻ്റർഫേസ് ഡിസൈൻ, കമ്പണൻറ്റ് ഡിസൈൻ, ഡാറ്റ സ്ട്രക്ചർ ഡിസൈൻ ആൻഡ് അൽഗോരിതം ഡിസൈൻ. ഇത്രയാണ് ഫേസസ്. ഇനി നമുക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ നമുക്കറിയാം, എന്താ പറയുക, ഒരു പ്രോജക്റ്റ് ആ ഒരു കാര്യം തയ്യാറാക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം നമ്മൾ എൻഡ് യൂസേഴ്സായിട്ട് സംസാരിക്കുന്നതാണ് റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ. അപ്പോൾ അവർ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരും. പിന്നെ അടുത്ത നോക്കുകയാണെങ്കിൽ ആർക്കിടെക്ചറൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ആ പ്രോജക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്നു. ഇപ്പം നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ പോയാൽ എക്സാമ്പിൾ നമുക്ക് നമ്മളെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണിക്കും. നേരെ മറിച്ച് അതേ ഡീറ്റെയിൽസ് അല്ലല്ലോ വേറൊരാൾക്ക് കാണിക്കുക. അപ്പോൾ എങ്ങനെയൊക്കെ വേർതിരിച്ച് കാണിക്കണം, എന്താണ്, എങ്ങനെയൊക്കെയാണ് വരേണ്ടത്, അങ്ങനെ ഫുൾ ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്യുന്നതാണ് ഇത്. ഇപ്പം ഇൻറ്റേർണലായിട്ടുള്ള ഓരോ ഇതും എന്താ പറയുക, ഫുൾ ഡീപ്പായിട്ടുള്ളത് ഈ ആർക്കിടെക്ചറൽ ഡിസൈനിൽ ഉണ്ടാവില്ല. പിന്നെ അടുത്ത് വരുന്നതാണ് എബ്സ്ട്രാക്ട് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, എബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, ഡിസ്പ്ലേയിങ് ഉള്ള എസെൻഷ്യൽ ഇൻഫർമേഷൻ ആൻഡ് ഹൈഡിങ് ഡീറ്റെയിൽസ്. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഡിസ്പ്ലേ ചെയ്യുക, ബാക്കിയെല്ലാം ഹൈഡ് ചെയ്യുക, അതാണ് എബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഈ സ്പെസിഫിക്കേഷനിൽ ഫോർമൽ ലാംഗ്വേജസ് ആയിട്ട് മീൻസ്
ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഉള്ളിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, എങ്ങനെ കോഡ് ചെയ്യുന്ന ആ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതാണ് എബ്സ്ട്രാക്ട് സ്പെസിഫിക്കേഷൻ. പിന്നെ ഇൻ്റർഫേസ് ഡിസൈൻ. ഇൻ്റർഫേസ് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ലോഗിൻ ചെയ്യാനാണെങ്കിൽ യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യണോ, അല്ലെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്തിട്ടോ അങ്ങനെയാണ് വേണ്ടതെന്ന് അവർ പറയുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് ഇൻ്റർഫേസ് ഡിസൈൻ. ഇനി കമ്പണൻറ്റ് ഡിസൈൻ. കമ്പണൻറ്റ് ഡിസൈൻ എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ ഓരോ കമ്പണൻറ്റ് വൈസ് ഡിസൈഡ് ചെയ്യുക. അത് ഓരോ സംഭവങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽ ഡിസൈനിങ് ഒക്കെ. പിന്നെ ഡാറ്റ സ്ട്രക്ചർ ഡിസൈൻ. ഡാറ്റ സ്ട്രക്ചർ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കോഡിംഗ് ഒക്കെ ഇതൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ഇപ്പോൾ DBMSO അത് വെച്ചിട്ടാണോ, എറേസ്, സ്റ്റാക്ക്, ക്യൂ, ലിങ്ക് ലിസ്റ്റ് നമുക്ക് കുറേ പഠിച്ചാൽ ഇതൊക്കെ വെച്ചിട്ടാണോ ഡിസൈൻ ചെയ്യുന്നത്, കൂടുതലായിട്ട് ബ്ലോക്ക് ചെയിൻ അങ്ങനത്തെ ഒക്കെ ആവശ്യമുണ്ടോ, അതൊക്കെ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യാനാണ് ഈ ഒരു ഫേസിൽ ചെയ്യുക. പിന്നെ അൽഗോറിതം ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കിട്ടിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നമ്മളൊരു അൽഗോറിതം എഴുതും. എന്നിട്ട് ഈ അൽഗോറിതത്തിൻ്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, കോഡ് ചെയ്യുക. പിന്നെ അടുത്ത വരുന്ന ഡിസൈൻ കോൺസെപ്റ്റ്. ഡിസൈൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിസൈൻ്റെ പിന്നിലുള്ള ഐഡിയ ആണ്, അതെങ്ങനെ സോൾവ് ചെയ്യണം, നമ്മളെ മുന്നിൽ തന്നിരിക്കുന്ന ഒരു സംഭവത്തിന് നമ്മളെങ്ങനെ സോൾവ് ചെയ്ത് കൊടുക്കും, അതാണ് ഡിസൈൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിൽ എബ്സ്ട്രാക്ഷൻ, ആർക്കിടെക്ചർ, പാറ്റേൺസ്, മോഡുലാരിറ്റി, റിഫൈൻമെൻറ്റ്, ഇനിയും കുറേ ഉണ്ട്. നമ്മൾ മെയിനായിട്ട് ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എബ്സ്ട്രാക്ഷൻ, ആർക്കിടെക്ചർ, പാറ്റേൺ എന്തൊക്കെയാണെന്നുള്ളതാണ്. എബ്സ്ട്രാക്ഷൻ. It is the process of hiding complex properties or characters from software itself to keep things more simplistic. അപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി തന്നെ എബ്സ്ട്രാക്ഷൻ നമുക്കറിയാം എന്ന് വെച്ചാൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കാണിക്കുക, ബാക്കിയൊക്കെ ഹൈഡ് ചെയ്ത് വെക്കുക. അതാണ് എബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡെവലപ്പേഴ്സിന് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അൺനെസസറി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഹൈഡ് ചെയ്ത് നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് മാത്രം, ഇപ്പോൾ ഓരോ ഐട്രേഷൻ കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന സംഭവം അവരെന്തൊക്കെ ചെയ്ത് ഉള്ളിൽ എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരില്ല. പക്ഷേ നമുക്കിപ്പോൾ ഒരു ഐട്രേഷൻ കഴിഞ്ഞ് കിട്ടുന്ന സാധനം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഫെസിലിറ്റീസൊക്കെ അതിലുണ്ടോ ഇല്ലെങ്കിൽ മാറ്റം വരുത്താനുള്ളത് അങ്ങനെ നമ്മൾ പറയും. അങ്ങനെ അടുത്ത പാറ്റേൺസാണ്. പാറ്റേൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ are used to identify solution to design problems that are recurring and can be solved reliably. ഒരു ഡിസൈൻ ചെയ്ത സാധനത്തിന് സൊല്യൂഷൻ കണ്ടെത്താനാണ് പാറ്റേൺസ് യൂസ് ചെയ്യുന്നത്. പാറ്റേൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാരണ്ടീഡ് ആയിരിക്കണം. എന്നുവെച്ചാൽ അതിപ്പോൾ കറണ്ട് പ്രോജക്റ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും അത് വർക്കിംഗ് പ്രൊഡക്റ്റാണ്, ഗുഡ് ക്വാളിറ്റി ആണെങ്കിൽ നമുക്ക് വേറൊരു പ്രോജക്റ്റിനും റെലവൻ്റ് ആയിട്ടുള്ളൊരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് ചെയ്തതെങ്കിലും ഇപ്പോൾ വേറൊരു പ്രോജക്റ്റിൽ നമുക്കത് അപ്ലൈ ചെയ്യാം. ആൻഡ് അതാണ് പാറ്റേണിൽ പറയുന്നത്. പിന്നെ there are 3 മെയിൻ പാറ്റേൺസ്: ആർക്കിടെക്ചറൽ, ഡിസൈൻ, EDMs. അങ്ങനെ 3 തരം പാറ്റേൺസ് ഉണ്ട്. ആർക്കിടെക്ചറൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറോൾ സ്ട്രക്ചർ ഡിസ്പ്ലേ ചെയ്യുന്നതാണ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ. കൂടുതൽ ഡീപ്പായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും ഉണ്ടാവില്ല, ഹൈ ലെവൽ എബ്സ്ട്രാക്ഷനാണ്. ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഡെവലപ്പേഴ്സ് പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നൊരു മീഡിയം ലെവൽ പാറ്റേൺ ടൈപ്പാണ് ഡിസൈൻ എന്ന് പറയുന്നത്. EDMs എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോവർ ലെവലാണ്. മീൻസ് നമ്മൾ ഇപ്പോൾ ഡാറ്റ സ്ട്രക്ചറും കോമ്പണൻറ്റ് ഡിസൈനും എല്ലാം കഴിഞ്ഞ് അൽഗോറിതം ഒക്കെ പ്രിപ്പയർ ചെയ്ത് കോഡിങ്ങിലേക്ക് കിടക്കുന്ന ഏറ്റവും ലോ ലെവൽ എബ്സ്ട്രാക്ഷനാണ്. അവിടെയാണ് കോഡിങ്ങും പ്രോഗ്രാമിങ്ങും ഒക്കെ ചെയ്യുക. ഇനി അടുത്ത ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കേട്ടു ആർക്കിടെക്ചറിനെ പറ്റിയിട്ട്. അപ്പോൾ കംപ്ലീറ്റ് സ്ട്രക്ചർ ഓഫ് ദി സോഫ്റ്റ്വെയർ ആണ് ആർക്കിടെക്ചർ തരിക. പിന്നെ റിക്വയർമെൻറ്റ്സ്, നമുക്കൊരു പർട്ടിക്കുലർ പ്രൊജക്റ്റിന് വേണ്ട എല്ലാ റിക്വയർമെൻറ്റ്സും നമ്മൾ ഗ്യാദർ ചെയ്യും.
ഈ ഒരു സ്റ്റേജിൽ. പിന്നെ സം ഓഫ് ദി ആർക്കിടെക്ചറൽ മോഡൽസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സ്ട്രക്ചറൽ മോഡൽസ്, ഫ്രെയിം വർക്ക് മോഡൽസ്, ഡൈനാമിക് മോഡൽസ്, പ്രോസസ് മോഡൽസ് ആൻഡ് ഫങ്ഷണൽ മോഡൽസ്, ഇത്രയാണുള്ളത്. അതിൽ സ്ട്രക്ചറൽ മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കിടെക്ചറിനെ കമ്പണൻസ് ആയിട്ടാണ് കാണുന്നത്. മീൻസ് എന്തൊക്കെ ഓരോ സ്റ്റേജസിലും എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്. അതിനെ ഓരോരോ കോമ്പണൻസ് ആയിട്ട് വേർതിരിച്ചിട്ട്. ഫ്രെയിം വർക്ക് മോഡൽസ് എന്ന് വെച്ചാൽ അറ്റംപ്റ്റ് ടു ഐഡൻറ്റിഫൈ റിപ്പീറ്റബിൾ ആർക്കിടെക്ചറൽ പാറ്റേൺസ്. ഇപ്പോൾ 2 പ്രോജക്റ്റ് ചെയ്യുക, അതിലിപ്പോൾ 2 ആളും ലോഗിൻ പേജ് ഒരുപോലെയാണ് വേണമെന്ന് പറഞ്ഞാൽ യൂസർ ID, പാസ്വേഡ് അങ്ങനെ വെച്ചിട്ട് ഇപ്പം നമ്മളെ സൈറ്റിൽ തന്നെ കയറുന്നില്ലേ പഠിക്കേണ്ട ആവശ്യത്തിന് ഇപ്പം. അപ്പോൾ അതുപോലെ 2 പ്രൊജക്റ്റ് പറഞ്ഞാൽ അതിൽ 2ലും നമുക്ക് സെയിം ആണെങ്കിൽ അതിൻ്റെ കോഡിങ്ങും കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ആർക്കിടെക്ചറൽ പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഡൈനാമിക് മോഡൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പറയുന്നത് ഇൻഡിക്കേറ്റ് ഹൗ പ്രോഗ്രാം സ്ട്രക്ചർ ചേഞ്ചസ് ആസ് എ ഫങ്ഷൻ ഓഫ് എക്സ്റ്റേണൽ ഇവൻറ്റ്സ്. ഈ എക്സ്റ്റേണൽ ഇവൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ റെഡിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷനൊക്കെ ഉണ്ട്. അതെന്ന് വെച്ചാൽ സോഷ്യൽ ന്യൂസ് പ്ലാറ്റ്ഫോമാണ്. അവിടെ യൂസേഴ്സിന് ഡിസ്കസ് ചെയ്യുക ആൻഡ് ബാക്കിയുള്ളവർ സബ്മിറ്റ് ചെയ്ത കണ്ടൻറ്റിന് നമുക്ക് വോട്ട് ചെയ്യാം. അങ്ങനെ ഒരു ആപ്ലിക്കേഷനാണ് റെഡിറ്റ്. അപ്പോൾ അതിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഗൂഗിൾ അക്കൗണ്ട് നമ്മൾ സേവ് ചെയ്ത് വെച്ച ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. ആൻഡ് ചില ആപ്ലിക്കേഷൻസിൽ അങ്ങനെ പറ്റില്ല. അപ്പോൾ ആ ഒരു ഡിഫറൻസിനെയാണ് ഇവിടെ ഡൈനാമിക് മോഡൽസിൽ പറയുന്നത്. പിന്നെ പ്രോസസ് മോഡൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഒരു പ്രോജക്റ്റ് വെച്ച് നമുക്ക് ചെയ്യണം, എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം, അതിൽ എന്തൊക്കെ ഫങ്ഷണാലിറ്റീസ് അതിന് വേണം, ഒക്കെയാണ് പ്രോസസ് മോഡൽസിൽ പറയുക. ഫങ്ഷണൽ മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഫങ്ഷൻസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വാട്സപ്പ് ആയാലും ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് വാട്സപ്പിൽ ഇപ്പോൾ ചാറ്റിങ്, പിന്നെ സ്റ്റാറ്റസ് ഇടാൻ പറ്റും, വോയിസ് കോൾ, വീഡിയോ കോൾ, അങ്ങനെ കുറേ ഫങ്ഷൻസ് ഉണ്ട്. സ്റ്റിക്കർ ഇടുകയാണെങ്കിൽ ആനിമേറ്റഡ് ജിഫ് ഉണ്ട്, അങ്ങനെ പലതും ഉണ്ട്. അപ്പം അങ്ങനത്തെ ഓരോ ഫങ്ഷൻസും ആ പ്രോജക്റ്റിൽ എങ്ങനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം കാര്യങ്ങളാണ് ഫങ്ഷണൽ മോഡൽസിൽ പറയുന്നത്. അപ്പം ഇത്രയാണ് എൻ്റെ ടോപ്പിക്ക്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.